ഒരിക്കൽ ഒരു വലിയ ഗുരുവും അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആ ശിഷ്യൻ എല്ലാ ശാസ്ത്രങ്ങളിലും അറിവ് നേടിയ ആളായിരുന്നു. തന്റെ അറിവിൽ അവനു വലിയ അഭിമാനമുണ്ടായിരുന്നു. വഴിയിലുടനീളം അവൻ തന്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. യാത്രയ്ക്കിടയിൽ അവർ ദാഹിച്ചു വലഞ്ഞു. അപ്പോൾ ഒരു കിണറിനരികിൽ 2 സ്ത്രീകൾ വെള്ളം കോരുന്നത് അവർ കണ്ടു. ഒരാളുടെ തലയിൽ വായോളം വെള്ളം നിറഞ്ഞ ഒരു മൺകുടമുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്ത്രീയുടെ തലയിൽ പകുതി മാത്രം വെള്ളമുള്ള ഒരു കുടവും. അവർ നടന്നുപോകുമ്പോൾ പകുതി നിറഞ്ഞ കുടത്തിൽ നിന്നും വെള്ളം വശങ്ങളിലേക്ക് തട്ടി തളക് തളക് എന്ന വലിയ ശബ്ദം കേൾക്കാമായിരുന്നു. എന്നാൽ വെള്ളം നിറഞ്ഞ കുടത്തിൽ നിന്നും ഒരു ശബ്ദവും കേട്ടില്ല. അത് വളരെ ശാന്തമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഗുരു ശിഷ്യനോട് ചോദിച്ചു, മകനെ, നീ വലിയ പണ്ഡിതനാണല്ലോ. ഈ 2 കുടങ്ങളിൽ ഏതാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്ന് നീ ശ്രദ്ധിച്ചോ? ശിഷ്യൻ പറഞ്ഞു, ഗുരു, അത് ലളിതമല്ലേ. ആ പകുതി നിറഞ്ഞ കുടമാണ് വലിയ ശബ്ദമുണ്ടാക്കുന്നത്. നിറഞ്ഞ കുടം ഒട്ടും ശബ്ദിക്കുന്നില്ല. ഗുരു പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. അറിവ് കുറഞ്ഞവരാണ് എപ്പോഴും അനാവശ്യമായി ബഹളം വയ്ക്കുന്നത്. അവർ തങ്ങൾക്കെല്ലാം അറിയാമെന്ന് ലോകത്തെ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സ് ആ നിറഞ്ഞ കുടം പോലെ ശാന്തമായിരിക്കും. അവർക്ക് തങ്ങളെ തെളിയിക്കാൻ ശബ്ദത്തിന്റെ ആവശ്യമില്ല. ശിഷ്യന് തന്റെ അഹങ്കാരം മനസ്സിലായി. അവൻ തന്റെ തല താഴ്ത്തി ശാന്തനായി ഗുരുവിനെ പിന്തുടർന്നു. യഥാർത്ഥ അറിവ് നിങ്ങളെ വിനയമുള്ളവനാക്കും. നിറകുടം തുളുമ്പില്ല എന്ന പഴമൊഴി പോലെ ആഴത്തിലുള്ള അറിവുള്ളവർ അനാവശ്യമായി തർക്കിക്കാനോ സ്വയം പുകഴ്ത്താനോ നിൽക്കില്ല. നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. ശബ്ദത്തേക്കാൾ കൂടുതൽ അർത്ഥത്തിന് പ്രാധാന്യം നൽകുക. ശാന്തതയാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം.